ഗായ്സ്, വെൽക്കം ടു JJ വ്ളോഗ്സ്. ഞാൻ നമ്മുടെ വണ്ടിയായിട്ട് ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഇവിടുത്തെ മെയിൻ ഒരു വലിയ ഹൈവേ ആയ ഷെയ്ഖ് സാറോഡ് നമ്മുടെ വണ്ടി ഹീറ്റായിട്ട് റോഡിന് നടുക്ക് നിൽക്കാനുള്ള സീനായി. ഭാഗ്യത്തിന് എങ്ങനെയോ നിന്നില്ല. ഞാൻ ജസ്റ്റ് സെക്കൻഡ് ലൈൻ പിടിച്ച്, ഇതൊരു വലിയ ഹൈവേ ആണ്, 8 ലൈനൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ 120 ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. 140 വരെ നമുക്ക് പോവാം. അപ്പൊ ഞാൻ സെക്കൻഡ് ലൈനിലൊക്കെ പിടിച്ച് നൈസായിട്ട് ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വണ്ടിയുടെ ത്രോട്ടിൽ റെസ്പോൺസ് 0 ആയി. എനിക്ക് ത്രോട്ടിൽ കൊടുത്തിട്ട് പവർ ഒന്നും കിട്ടുന്നില്ല, ത്രോട്ടിൽ റെസ്പോൺസ് ഒന്നുമില്ല. ഞാൻ ടെമ്പറേച്ചർ നോക്കിക്കുമ്പോൾ ടെമ്പറേച്ചർ അത്ര നേരം നോർമലായിട്ട് ടെമ്പറേച്ചർ പെട്ടെന്ന് 0യിലേക്ക് പോയി. അപ്പൊ എനിക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. എനിക്ക് എങ്ങനെയെങ്കിലും വണ്ടി ഈ റോഡിൽ നിന്ന് പുറത്തിറങ്ങണം. ദുബായിലോ അല്ലെങ്കിൽ UAE-ലൊക്കെ വണ്ടി ഇങ്ങനെ റോഡിന് നടുക്ക് ഇങ്ങനെ നിൽക്ക് പോവുക, അല്ലെങ്കിൽ സിഗ്നലിൽ നിൽക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫൈൻ ഭയങ്കര ഹൈ ആണ്. അത് പല കാര്യങ്ങളും ഞാൻ പല ആൾക്കാരിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഫൈൻ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വണ്ടി വിൽക്കേണ്ട അവസ്ഥയാണ്. അത്ര ഹൈ ആണ് ഇവിടുത്തെ ഫൈൻ. അത് ഇവിടുത്തെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവർ കൊടുത്താണ്. ഇപ്പോൾ വണ്ടി ഹൈവേയിൽ നിൽക്കുക, സിഗ്നലിൽ നിൽക്കുക, അവിടെ ഉണ്ടാവും ട്രാഫിക്, അല്ലെങ്കിൽ ഹൈവേയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്സിഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനും വണ്ടി അത്ര പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നതാണ്. ഞാനൊരു കണക്കിന് വണ്ടി എക്സിറ്റിലേക്ക് എടുത്തു, പാർക്കിംഗ് ലോഡിലേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഹുഡ് തുറന്നു പോയി കഴിഞ്ഞപ്പോ ഭയങ്കര വൈറ്റ് സ്മോക്സും വെള്ളമൊക്കെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ വേഗം നമ്മുടെ ഫ്രണ്ട്സിനെ രണ്ടുപേരെ വിളിച്ചു വരുത്തി, ഒരു റിക്കവറി വാനും വിളിച്ചു. അടുത്തൊരു വർക്ക്ഷോപ്പ് അറിയാം എനിക്ക്, അവര് മെയിനായിട്ട് XJ ആണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ ആ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ പ്രശ്നം, എന്താ പറ്റിയേക്കണേ, എന്തെങ്കിലും സിവിയർ ആയിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. വണ്ടീനെ ഓൺ ആക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് റിക്കവറി വിളിച്ചിട്ട് റിക്കവറി കയറിയിട്ടാണ് പോണേ. അവിടെ ചെന്നിട്ട് ഇനി അവരോട് ചോദിക്കണം എന്ത് സംഭവം എന്ന്. നമ്മ വണ്ടി എടുത്ത് 2ാമത്തെ പ്രാവശ്യമാണ് വണ്ടി റിക്കവറി ഞാൻ കൊണ്ടുപോണേ. കുഴപ്പമില്ല, എല്ലാം നല്ലതിനായിരിക്കും. അങ്ങനെ ഞങ്ങൾ വർക്ക്ഷോപ്പിലെത്തി. അൽ അസൽ എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പാണ് ഷാർജയിൽ. എൻ്റെ കോണ്ടാക്ട് ഓൾറെഡി ഉണ്ടായിരുന്നു ഇവര് XJ മെയിനായിട്ട് ചെയ്യുന്ന ടീമാണ്. അവിടെ ചെന്ന് അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻജിൻ ഓയിലൊക്കെ റിമൂവ് ചെയ്ത് എൻജിൻ ഓപ്പൺ ആകണമെന്ന് പറഞ്ഞു. ഓയിൽ അയച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു എന്തോ സീനായിട്ടുണ്ട്, എൻജിൻ ഓയിലൊക്കെ ഓൾറെഡി ഭയങ്കരമായിട്ട് ബേണായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ അവർ എൻജിൻ അഴിച്ച് നോക്കാനുള്ള പ്ലാനിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്നുള്ള പ്ലാനിൽ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഒപ്പം 2 ഫ്രണ്ട്സും അവർ വിളിച്ചിട്ട് വന്നായിരുന്നു വണ്ടി ഇങ്ങനെ ഓഫായോണ്ട്. നമ്മുടെ വന്ന ഫ്രണ്ട്സിനെയും കൊണ്ട് അവര് ഇവിടെ വരെ വന്നാണല്ലോന്ന് വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് പുറത്തേക്ക് പോയി. അപ്പൊ അവര് പറഞ്ഞു പോയിട്ട് വന്നാൽ മതി, അവര് വിളിച്ച് പറയാം എന്താ പ്രശ്നമെന്ന്, അവർ എഞ്ചിൻ അടിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവരെ കൊണ്ടൊന്ന് പുറത്ത് പോയി അവർക്ക് ഭക്ഷണം മേടിച്ചിട്ട് ഷാർജയിൽ നിന്ന് കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന നേരത്ത് അവരൊരു കോൾ ചെയ്തു. എഞ്ചിൻ ഫെയിലിയർ ആയി, എഞ്ചിൻ കംപ്ലീറ്റ്ലി പോയി, സിവിയർ ആയിട്ട് ഓവർ ഹീറ്റ് ആയിട്ട് എഞ്ചിൻ പോയി. ഇനിയിപ്പോ ഈ എഞ്ചിൻ ശരിയാക്കാനുള്ള പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു എഞ്ചിൻ വെക്കുക, വേറൊരു എഞ്ചിൻ മേടിച്ച് വെക്കാന്നാണ് ഇവര് പറയണേ, പ്രീ ഓൺഡ് ആയിട്ടുള്ള എഞ്ചിൻ. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഡെസ്പായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി മേടിക്കുമ്പോൾ വണ്ടിക്ക് എന്തൊക്കെ ചെയ്യണം, വണ്ടിക്ക് എന്തൊക്കെ അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ വണ്ടി മേടിച്ചത്. അപ്പൊ അങ്ങനെ വണ്ടി മേടിച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഫണ്ടൊക്കെ മാറ്റി റെഡിയാക്കി വെച്ചിട്ടാണ് മേടിച്ചത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടിയുടെ എല്ലാം റെഡിയാക്കിയിട്ട് വേണം വണ്ടിക്ക് ഇറക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ചേക്കണ ഫണ്ടൊക്കെ ഇതിലേക്ക് പോകുമല്ലോ എന്നുള്ളൊരു മൈൻഡിലും ആയി കഴിഞ്ഞപ്പോ എനിക്ക് ചെറുതല്ല നല്ല രീതിയിലൊരു സങ്കടമായി. എന്നാലും അവരോട് വന്ന് നോക്കിയിട്ട് അവരോട് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ മാറ്റിക്കോ. അവരോട് സംസാരിച്ചു ഞാൻ, ഇപ്പൊ എഞ്ചിൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ കിട്ടുമോ, ഇത്ര ഓൾഡ് കാറല്ലേ എന്ന് പറഞ്ഞു. അവർ ഇല്ല, എഞ്ചിൻ കിട്ടും, അടുത്ത് ഒരു ഷാർജയിൽ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയില് ഇങ്ങനെ ഈ വണ്ടിക്ക് സ്പെസിഫൈ ചെയ്തിട്ട് എഞ്ചിൻ മാറാനുള്ള സ്ഥലമുണ്ട്. ഇതിപ്പോ നമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് മനസ്സിലായി. ഇവിടെ നമുക്ക് ഞാനിപ്പോ പ്രീ ഓൺഡ് ആയിട്ടുള്ള ഒരു കാർ ഓൺ ചെയ്തുകൊണ്ട് പറയണേണ്, ദുബായിലോ അല്ലെന്നുണ്ടെങ്കിൽ ഷാർജയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണ വർക്ക്ഷോപ്പ് കുറവുകളാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഷാർജ ഉള്ള ഏരിയയിൽ അല്ലെങ്കിൽ അജ്മാൻ റാസൽ ഖൈമയിലൊക്കെ പോകണം. അവിടെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഉള്ള വണ്ടികളുണ്ട്. പക്ഷെ ദുബായിലേക്ക് കൊണ്ട് നമ്മൾ പണിയെടുക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഐഡിയ ഇല്ല ഈ പഴയ വണ്ടികൾ പണിയെടുക്കുക. അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാൻ കയറ്റാറൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ എഞ്ചിൻ മേടിക്കാനുള്ള സ്ഥലങ്ങളെ കുറിച്ച് അവർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. ഇവരെ കൊണ്ടുകൊടുത്ത് ഇവര് കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു, നമ്മളുടെ എഞ്ചിൻ മാറ്റാം, എഞ്ചിൻ അവൈലബിൾ ആണ്, കിട്ടുന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അങ്ങനെ നമ്മ അവരുടെ എഞ്ചിൻ ഊരി മാറ്റിക്കോ, ഇനി നമുക്ക് എന്നോ ചെയ്യാന്ന് പറഞ്ഞു. അവർ നാളെ പോയി എഞ്ചിൻ നോക്കാം. നാളെ പുതിയൊരു എഞ്ചിൻ, പുതിയതല്ല ഇനിയിപ്പോ പഴയത് കിട്ടുള്ളൂ. പഴയത് നമ്മ പ്രീ ഓൺഡ് ആയിട്ടുള്ള എഞ്ചിൻ ഇവര് പറഞ്ഞു അമേരിക്കൻ സ്പെക് എഞ്ചിൻസും ജാപ്പനീസ് സ്പെക് എഞ്ചിൻസും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
നമ്മുടെ ഈ സെയിം എഞ്ചിൻ തന്നെ നമ്മൾ പോയിട്ട് നാളെ നോക്കണം. ഇവര് പറഞ്ഞതനുസരിച്ച് എഞ്ചിൻ പോവാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റേഡിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് എന്തോ തട്ടിയിട്ട് റേഡിയേറ്ററിന്റെ ഹാഫേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ആ ട്യൂബ് ബെൻഡായിട്ടിരിക്കായിരുന്നു, അത്ര പോലെ തട്ടി ബെൻഡായി റേഡിയേറ്റർ. അപ്പൊ പകുതി വർക്ക് ചെയ്യുന്ന റേഡിയേറ്ററിലായിരുന്നു വണ്ടി ഇത്ര നാൾ ഓടിക്കൊണ്ടിരുന്നിരുന്നത്. എപ്പോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് വണ്ടി ഇത്ര സിവിയർ ആയിട്ട് ഹീറ്റായി പിസ്റ്റൺസ് ഒക്കെ ലോക്കായി, അതിന്റെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫണ്ട് അതിൽ കൂടുതൽ പോവും. അതിലും ബെറ്റർ എഞ്ചിൻ മാറ്റിയിട്ട് വേറൊരു എഞ്ചിൻ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിന്റെ ഊരി വെച്ചേക്കുന്നു ഇവിടെ. ഇനിയിപ്പോ അടുത്ത എഞ്ചിൻ എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പൊ നമ്മുടെ എഞ്ചിൻ നൈസായിട്ട് പോയി. ആ ഇൻഡസ്ട്രിയൽ ഏരിയയില് പോയി നമുക്ക് എഞ്ചിൻ എടുക്കണം. അപ്പൊ നമ്മ ഷാർജയിലാണ് വണ്ടി കൊടുത്തേക്കണേ. അവിടെ കൊണ്ട് നമ്മ വണ്ടി നൈസായിട്ട് മുനീർബായുടെ അടുത്ത് കൊടുത്തേക്കാണ്. അപ്പൊ ആളെ കൂട്ടിയിട്ട് വേണം അവിടെ നിന്ന് പോരായിട്ട്. മുനീർബാനെ എടുക്കും, നമ്മ അവിടെ നിന്ന് ഇൻഡസ്ട്രിയൽ ഏരിയ 6 പോവും. അവിടെ എഞ്ചിൻ നല്ലത് നോക്കും, എന്നിട്ട് റേറ്റും കാര്യവും എഞ്ചിനൊക്കെ നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധനം എടുത്തിട്ട് വരും. ഇടിക്കണ എഞ്ചിൻ ജപ്പാൻ എഞ്ചിനാണ്. ജപ്പാൻ എന്ന് പറയണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും മുനീർബായ് പറയണ. എഞ്ചിൻ അമേരിക്കൻ സ്പെക്കിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ എഞ്ചിൻ ആയിരിക്കും ജപ്പാന്റെ. അത് നോക്കിയിട്ട് എടുക്കും. എന്തായാലും അവിടെ ചെന്നിട്ട് അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എഞ്ചിന്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 6 ജീപ്പിന്റെ ജങ്ക്യാർഡ്. ഇവിടെ പല വണ്ടികളുടെയും പല പാർട്സും കിട്ടുന്ന പല പല ഷോപ്പുകളുണ്ട്. ഇൻഡിവിജ്വൽ ഷോപ്പാണ് ഓരോരോ വണ്ടിയുടെ പേര് വെച്ചിട്ട്. ഇത് ജീപ്പിന് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ട്രാൻസ്മിഷൻ വിത്ത് എഞ്ചിനും അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മാത്രമോ എഞ്ചിൻ മാത്രമോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫുള്ളും വണ്ടിയുടെ ടെയിൽ ലൈറ്റ്, ഡോറ്, അങ്ങനെയുള്ള എല്ലാ പാർട്സും ഇവിടെ അവൈലബിൾ ആണ്. ഒരു സൈഡ് ഫുള്ളും എഞ്ചിനാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അത് പല കാറ്റഗറിയിലായിട്ട് ഇപ്പം നമ്മുടെ ചെറോക്കിയുടെ ആയാലും മറ്റുള്ള എല്ലാ ജീപ്പിന്റെ മോഡലിലുള്ള എഞ്ചിനും ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ XJയുടെ ഫ്രണ്ട് യൂണീക്ക് ആയിട്ടുള്ള ആ ഗ്രില്ലിന്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആ വണ്ടി ഇപ്പൊ ഇത്ര പഴയതായതുകൊണ്ട് ആ വണ്ടിയുടെ പാർട്സിനായിട്ടുള്ള ഡിമാൻഡ് എന്തോരം ഉണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കി മുനീർബായാണ് ഇതിന്ന് എഞ്ചിൻ സെലക്ട് ചെയ്യുന്നത്. നമുക്കിത് നോക്കിയിട്ട് ഒരു ഐഡിയ ഇല്ല, അത്ര പേരുത്തെ എഞ്ചിനാണ് കിടക്കുന്നത്. എഞ്ചിന്റെ ഒരു കൂമ്പാരെന്ന് വേണം പറയാം. അപ്പൊ അവിടെ നിന്ന് നമ്മൾ നോക്കി ഒരു ജാപ്പനീസ് എഞ്ചിൻ കണ്ടെത്തി. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പേയ്മെന്റ് ചെയ്ത് ഒരു 3 ഡേയ്സിനുള്ളിൽ അവർ നമ്മൾ വണ്ടി എഞ്ചിൻ റണ്ണാക്കിയിട്ട് നമ്മൾ നോക്കണം. 3 ഡേയ്സ് നമുക്ക് ഇവിടെ വാറന്റി തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ നോക്കി ഒരു എഞ്ചിൻ കണ്ടുപിടിച്ച് 2nd ഡേ എഞ്ചിൻ ഫിറ്റ് ചെയ്ത് റണ്ണാക്കി 3rd ഡേ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഫണ്ട് തിരിച്ചു കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു എഞ്ചിൻ നോക്കി നമ്മൾ ഒരു ജപ്പാനീസ് എഞ്ചിൻ നമ്മൾ കണ്ടുപിടിച്ച്. ഇതാണ് നമ്മുടെ ജപ്പാനീസ് എഞ്ചിൻ. ഇപ്പം നമ്മുടെ വണ്ടിക്ക് അമേരിക്കൻ ബോഡിയും ജപ്പാനീസ് എഞ്ചിനുമായി. അങ്ങനെ നമ്മൾ പേയ്മെന്റ് ഒക്കെ തീർത്ത് ഇവിടുന്ന് ഇറങ്ങണേണ്. നാളെ തന്നെ എഞ്ചിൻ അവിടെ എത്തിച്ചു തന്നിട്ട് മോർണിംഗ് തന്നെ എഞ്ചിന്റെ വർക്ക് തുടങ്ങാന്നാണ് മുനീർബായ് പറയുന്നത്. നമ്മൾ 3 ഡേയ്സിനുള്ളിൽ എഞ്ചിന്റെ പണി തീർത്ത് വണ്ടി റണ്ണിങ് ആക്കണം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവര് തരുന്ന വയറിന് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി ആ എഞ്ചിന്റെ ഫിക്സിങ്ങും കോൾഡ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണിക്കാം ഞാൻ. സോ ഇറ്റ്സ് മീ JJ and this is JJ Vlogs signing off. Until next time. ഞാൻ അവനോട് ഇട്ടിട്ട് വന്നേക്കണം. കയറിയാൻ പാടില്ല, അവരവൻ എന്തൊക്കെ ചെയ്യും. അപ്പൊ ആ ഒറ്റയ്ക്ക് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. ഇതുവരെ വിഷമിക്കണ്ട.